ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ദാ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു മല്ലി പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നല്ല രുചികരമായിട്ട് നല്ല മണത്തോടുമൊക്കെ കൂടി നമുക്ക് കറികളിൽ ചേർക്കാൻ പാകത്തിന് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പാകത്തിനാണ് നമ്മളിവിടെ പൊടിച്ചെടുത്ത് വെക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കൊത്തമല്ലിയാണ് കേട്ടോ. അപ്പോൾ ഈ കൊത്തമല്ലി നന്നായിട്ട് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒട്ടും വെള്ളം കാണാൻ പാടില്ല കേട്ടോ, വെള്ളത്തിൻ്റെ അംശമേ തൊടിയിക്കാൻ പാടില്ല. അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്താലോ, അതിനെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 4-5 മിനിറ്റ് അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് മൂത്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതായിട്ടില്ല. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നല്ലേ, നമ്മൾ എടുക്കുമ്പം തന്നെ കയ്യിൽ നമ്മളിങ്ങനെ ഞെരടി നോക്കുമ്പോൾ അത് നല്ല ഞെരിഞ്ഞെരാന്നൊരു സൗണ്ട് കേൾക്കും. അതുമല്ല അത് അടർന്നടർന്നു പോകും. ഇപ്പോൾ രണ്ടാമത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിനെ ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാന്ന് വെച്ചു. തുടരെ ഇളക്കി കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ട് കട്ടിയില്ലാത്തതായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് തണുക്കാനായിട്ട് പകർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണേ. അപ്പോൾ 100 ഗ്രാമിന് 1 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ജീരകം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഇല്ലെങ്കിൽ ആ ചീൻചട്ടിയുടെ ചൂടോ നമുക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ വേണ്ട, ലേശം അത് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അത് ഒരു ഞെരിഞ്ഞിരിഞ്ഞ് ഇരിക്കുന്നുണ്ട് നമ്മൾ കയ്യിലോട്ടെടുത്ത് നോക്കുമ്പോൾ കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്, ഫ്രഷ് കറിവേപ്പില. അതും നന്നായിട്ട് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നുള്ളത്. അപ്പോൾ ആ ഇലകളിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല രീതിയിൽ നമ്മൾ കയ്യിലെടുക്കുമ്പം പൊടിഞ്ഞു വരും ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി ഇതിനെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അതൊന്ന് തണുത്തെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ഒന്ന് തണുക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതാ നോക്കിയേ, ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ കയ്യിലിട്ട് പൊടിച്ച് നോക്കുമ്പം ഞെരിഞ്ഞിരാന്ന് കേൾക്കും. ആ ഒരു പരുവത്തിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ കുറച്ചിട്ടിട്ടേ ഞാനിത് പൊടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മല്ലിയും മുളകൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കണമല്ലോ, ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ പകുതി ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1-2 കറക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് മൂത്തും മല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നോക്കിയേ, നല്ല പൗഡർ പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നാലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലേ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 3 തവണയായിട്ട് പൊടിച്ച് നമ്മുടെ മല്ലിയെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ കുറച്ച് നേരം സമയം എടുക്കും. അത് നന്നായിട്ട് തണുത്തിട്ട് ശേഷം മാത്രമേ നമ്മളൊരു കുപ്പിയിലൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുപ്പിക്കകത്തോട്ടിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. സ്ഥിരമൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു കുപ്പിക്കകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നില്ലേ. വെള്ളം ഒന്നും തൊടിക്കാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണേലും ഒന്നും വെള്ളം കാണാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഹൈപ്പോ ഒക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ.